നോണയൊക്കെ നമ്മൾ ഇനി ചറപറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല. ഹായ്, ആരിഫ് ഹുസൈൻ ഡീബങ്ക്ഡ് ചാനലിലേക്ക് സ്വാഗതം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു വിദ്യാർത്ഥി സമരവേദിയിലെത്തിയ ഒരു യുവാവ് തികച്ചും അപ്രസക്തമായി ലോകാവസാനത്തെക്കുറിച്ചുള്ള ചില ഇസ്ലാമിക വിശ്വാസങ്ങൾ മാധ്യമങ്ങളോട് വിളിച്ചു പറയുകയുണ്ടായി. സമകാലികമായ ഒരു സാമൂഹിക വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കേണ്ട വേദിയിൽ തികച്ചും അസ്ഥാനത്ത് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചത് ആ യുവാവിന്റെ വിവരക്കേടാണ്. എന്നാൽ ആ ഒറ്റപ്പെട്ട സംഭവത്തെയും ആ യുവാവിന്റെ അപക്വമായ പ്രതികരണത്തെയും മറയാക്കി ഇസ്ലാമിക വിശ്വാസങ്ങളെയും അന്ത്യദിനത്തെക്കുറിച്ചുള്ള പ്രമാണങ്ങളെയും ഏറ്റവും നികൃഷ്ടമായ ഭാഷയിൽ അധിക്ഷേപിക്കാനാണ് ഈ ഇസ്ലാം വിമർശകൻ ശ്രമിക്കുന്നത്. വസ്തുതകളെ യുക്തിഭദ്രമായി നേരിടുന്നതിന് പകരം അസഭ്യമായ വാക്കുകൾ ഉപയോഗിച്ച് ഇസ്ലാമിനെ ആക്രമിക്കുന്ന ഇയാളുടെ ഇരട്ടത്താപ്പും അജ്ഞതയും നമുക്ക് പരിശോധിക്കാം. അപ്പോ ഒരു കാര്യം ഞാനിവിടെ പറയാണ്. ഇവിടെ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്, സിസ്റ്റം തെറ്റായ ദിശയിൽ പോകുമ്പോൾ അതിനെ തിരുത്താനുള്ളതാണല്ലോ മീഡിയ എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ സിസ്റ്റത്തെ തിരുത്തേണ്ട പണിയൊന്നും മീഡിയക്കില്ല. മീഡിയ ചെയ്യേണ്ട പണി എന്താണ്? കൃത്യമായ കാര്യങ്ങൾ പറയാം. നിങ്ങൾ സത്യത്തിൽ ഈ സിസ്റ്റത്തെ നശിപ്പിക്കുന്നതിൽ വലിയ പങ്ക് മീഡിയക്കുണ്ട്. അതാ ഞാൻ പറയൂ. വൈരുദ്ധ്യങ്ങളും പരിഹാസങ്ങളും എൻ ടൈംസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അങ്ങനെ കുറച്ച് വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിൽ ഇൻസെക്ട്സിനെ കുറിച്ച് നമുക്ക് വഴിയെ പറയാം. പക്ഷേ എൻ ടൈംസ് എന്ന് പറയുന്ന ഒരു സംഭവം, ഞാനത് ഇന്ന് പോസ്റ്റ് ഇട്ടത് അത് തന്നെയാണ്. ഇത് ഇവിടെ കാണാം. ഇസ്ലാമിനെ പേപ്പട്ടി മതമാക്കുന്ന പ്രധാന കാര്യം ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയ ആ ഒരു സംഗതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കാണണ്ടോ. ഇത് നമുക്ക് പറയാനുള്ളൊരു കാര്യമാണ്. ഇസ്ലാമിനെ പേപ്പട്ടി മതമാക്കുന്നത് അത് തന്നെയാണ്. ഇസ്ലാമിലെ അന്ത്യദിന വിശ്വാസത്തെയാണ് ഇയാൾ ഇവിടെ പരിഹസിക്കുന്നത്. ലോകം അവസാനിക്കുമെന്ന വിശ്വാസം മനുഷ്യരെ സാമൂഹിക വിഷയങ്ങളിൽ നിന്ന് അകറ്റുന്നുവെന്നാണ് ഇയാളുടെ വാദം. ഇവിടെ നിരീശ്വരവാദികളുടെയും സ്വതന്ത്ര ചിന്തകരുടെയും അടിസ്ഥാന വാദങ്ങളിലെ വൈരുദ്ധ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നിരീശ്വരവാദ പ്രകാരം ഈ പ്രപഞ്ചം അർത്ഥശൂന്യമായി ഉണ്ടായി വന്നതാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഈ പ്രപഞ്ചം താപമരണത്തിലൂടെ പൂർണ്ണമായും ഇല്ലാതാകുമെന്നാണ് ഭൗതികവാദം പഠിപ്പിക്കുന്നത്. അതായത് മനുഷ്യൻ ഇന്ന് കെട്ടിപ്പടുക്കുന്ന സകല നേട്ടങ്ങളും ശാസ്ത്ര പുരോഗതിയും സാമൂഹിക മാറ്റങ്ങളും ആത്യന്തികമായി ശൂന്യതയിൽ അവസാനിക്കും. സ്വന്തം ജീവിതത്തിനോ ഈ പ്രപഞ്ചത്തിനോ യാതൊരു അർത്ഥവും നൽകാൻ കഴിയാത്ത എല്ലാം തികഞ്ഞ അർത്ഥശൂന്യതയിൽ അവസാനിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു നിരീശ്വരവാദിയാണ് അന്ത്യദിനത്തെക്കുറിച്ചുള്ള ഇസ്ലാമിക വിശ്വാസത്തെ പരിഹസിക്കുന്നത് എന്നത് എത്രമാത്രം ഹാസ്യജനകമാണ്. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഈ ലോകം അവസാനിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ വിശ്വാസം മനുഷ്യരെ കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നില്ല. പ്രവാചകൻ മുഹമ്മദ് നബി പഠിപ്പിച്ചത് ലോകാവസാനം സംഭവിക്കാൻ പോകുകയാണെന്ന് ഉറപ്പായാൽ പോലും നിങ്ങളുടെ കയ്യിൽ ഒരു മരത്തൈ ഉണ്ടെങ്കിൽ അത് നട്ടുപിടിപ്പിക്കുക എന്നാണ്. അവസാന നിമിഷം വരെയും ഈ ലോകത്ത് നന്മ ചെയ്യാനും കർമ്മനിരതരാകാനും പഠിപ്പിക്കുന്ന ദർശനമാണ് ഇസ്ലാം. ഈ അന്ത്യദിന വിശ്വാസവും പരലോക വിശ്വാസവുമാണ് ഒരു മുസ്ലിമിനെ ഈ ലോകത്ത് നീതിക്കു വേണ്ടി നിലകൊള്ളാനും അഴിമതിക്കെതിരെ ശബ്ദിക്കാനും പ്രേരിപ്പിക്കുന്നത്. കാരണം ഈ ലോകത്ത് ചെയ്യുന്ന ഓരോ കർമ്മത്തിനും സ്രഷ്ടാവിനു മുന്നിൽ കണക്കു ബോധിപ്പിക്കേണ്ടി വരും എന്ന ബോധ്യം അവനുണ്ട്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ ശബ്ദിക്കുന്നതും ഇതേ നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ഇയാൾ ആരോപിക്കുന്നത് പോലെ അന്ത്യദിന വിശ്വാസം ആരെയും നിഷ്ക്രിയരാക്കുന്നില്ല. ഹദീസുകളെക്കുറിച്ചുള്ള അജ്ഞതയും ദുർവ്യാഖ്യാനവും. ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച ആ പറയുന്ന ഹദീസ്. ആ ഹദീസാണ് നമ്മൾ നേരത്തെ കണ്ട ഹദീസ്, sunna.com-ൽ കണ്ട ഹദീസ്. അപ്പൊ ഇത് ഞാൻ ഉണ്ടാക്കിയ ഹദീസ് അല്ല. അപ്പൊ അബ്ദുള്ള ബാസിൽ എന്തിനത് തള്ളി, എന്തിന് ഇത് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നു? അബ്ദുള്ള ബാസിന് തോന്നിയോ ഇതൊക്കെ ഇപ്പൊ പറഞ്ഞ മോശമാവും എന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇസ്ലാമിനെ വരെ കുഴിച്ചുമൂടാൻ തയ്യാറാവുന്ന, ഹദീസ് വരെ തള്ളുന്ന, സ്വന്തം സലഫികൾ പിന്തുടരുന്ന സ്വന്തം ഉസ്താദിനെ വരെ കുഴിച്ചുമൂടാൻ തയ്യാറാവുന്ന കാഴ്ച വളരെ മനോഹരമായ കാഴ്ചയാണെന്ന് ഞാൻ പറയുള്ളൂ. ഇതേപോലെ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് വന്നാൽ ഇസ്ലാമും മുസ്ലിങ്ങളൊക്കെ വളരെ നല്ല മനുഷ്യന്മാരും നല്ല ഒരു ആശയവുമായിട്ട് മാറുന്നതാണ് എനിക്ക് പറയുന്നത്. ഇതുപോലെ പല കൊള്ളരുതായ്മകളും, ഇതുപോലെ പല മണ്ടത്തരങ്ങളും, പല വൃത്തികേടുകളും, പല ഇതുപോലെയുള്ള തെണ്ടിത്തരങ്ങളൊക്കെ ഈ ഇസ്ലാമിലുണ്ട്. എന്റെ പൊന്നുബാസ്, ഇസ്ലാമിക പ്രമാണങ്ങളെയും ഹദീസുകളെയും വളച്ചൊടിച്ച് അവതരിപ്പിക്കാൻ ഇയാൾ നടത്തുന്ന വിഫല ശ്രമമാണിത്. സഹീഹ് മുസ്ലിമിലെ യാജൂജ് മാജൂജ് വിഭാഗത്തിന്റെ പതനവുമായി ബന്ധപ്പെട്ട ഹദീസിനെയാണ് ഇയാൾ ഇവിടെ പരിഹാസ രൂപേണ അവതരിപ്പിക്കുന്നത്. ലോകാവസാനത്തോടനുബന്ധിച്ച് പ്രവാചകൻ ഈസ ഭൂമിയിലേക്ക് തിരിച്ചുവരുമെന്നും അക്രമികളായ യാജൂജ് മാജൂജ് വിഭാഗം ഭൂമിയിൽ നാശം വിതയ്ക്കുമെന്നും ഒടുവിൽ സ്രഷ്ടാവായ അള്ളാഹു ചെറിയ പ്രാണികളെ അല്ലെങ്കിൽ പുഴുക്കളെ അയച്ച് ആ വലിയ അക്രമിക്കൂട്ടത്തെ നശിപ്പിക്കുമെന്നുമാണ് പ്രസ്തുത ഹദീസിൽ വ്യക്തമാക്കുന്നത്.
ഇത് എന്താണ് മണ്ടത്തരമുള്ളത്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിന് അഹങ്കാരികളായ ഒരു വലിയ ജനതയെ നശിപ്പിക്കാൻ തന്റെ സൃഷ്ടികളിലെ ഏറ്റവും ചെറിയ ജീവികളെ കൊണ്ട് സാധിക്കുമെന്നത് ദൈവത്തിന്റെ അപാരമായ കഴിവിനെയാണ് കാണിക്കുന്നത്. ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, വലിയ അഹങ്കാരത്തോടെ ലോകമടക്കി ഭരിച്ച പല സാമ്രാജ്യങ്ങളെയും മനുഷ്യരെയും നശിപ്പിച്ചത് കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയാത്ത സൂക്ഷ്മജീവികളും വൈറസുകളുമാണ്. അത് പ്രകൃതിയുടെ ഒരു യാഥാർത്ഥ്യമാണ്. അഹങ്കാരികളായ അക്രമികളെ ഇല്ലാതാക്കാൻ ദൈവം ചെറിയ പ്രാണികളെ ഉപയോഗിക്കുമെന്ന് പറയുമ്പോൾ അതിനെ വൃത്തികേടെന്നും തെണ്ടിത്തരമെന്നും വിളിച്ച് അധിക്ഷേപിക്കുന്നത് ഇയാളുടെ വിവരക്കേടും അഹങ്കാരവും മാത്രമാണ്. ഒരു ബൗദ്ധിക സംവാദത്തിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത നികൃഷ്ടമായ ഭാഷയിലാണ് ഇയാൾ ഇസ്ലാമിക പ്രമാണങ്ങളെ വിമർശിക്കുന്നത്. ഇത് തെളിയിക്കുന്നത് ഇയാളുടെ കയ്യിൽ യുക്തിഭദ്രമായ വാദങ്ങളില്ല എന്നാണ്. വാദങ്ങൾ തോൽക്കുമ്പോൾ തെറി വിളിക്കുക എന്നത് ഇയാളുടെ സ്ഥിരം ശൈലിയാണ്. മുസ്ലിംകൾ ഈ ഹദീസുകളോ പ്രമാണങ്ങളോ ഒരിക്കലും മറച്ചുവെക്കുന്നില്ല. അന്ത്യദിനത്തെക്കുറിച്ചും പ്രവാചകൻ ഈസായുടെ തിരിച്ചുവരവിനെക്കുറിച്ചും ദജ്ജാലിന്റെ വരവിനെക്കുറിച്ചും യാജൂജ് മാജൂജിന്റെ അന്ത്യത്തെക്കുറിച്ചും സ്രഷ്ടാവായ അള്ളാഹു തന്റെ പ്രവാചകനിലൂടെ അറിയിച്ചു തന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി വിശ്വസിക്കാൻ മുസ്ലിംകൾക്ക് യാതൊരു മടിയുമില്ല. കാരണം ആ അറിവ് ലഭിച്ചിരിക്കുന്നത് സർവജ്ഞാനിയായ ദൈവത്തിൽ നിന്നാണ്. ഇത്തരം പ്രമാണങ്ങളെ മുൻനിർത്തി ഒരു മുസ്ലിം പണ്ഡിതനെയും പരിഹസിക്കാനോ ഭയപ്പെടുത്താനോ ഇയാൾക്ക് സാധിക്കില്ല. ഒരു യുവാവിന്റെ അസ്ഥാനത്തുള്ള പ്രതികരണത്തെ പിടിവള്ളിയാക്കി ഇസ്ലാമിനെ അധിക്ഷേപിക്കാൻ ഇറങ്ങിത്തിരിച്ച ഇയാൾ സ്വന്തം വാദങ്ങളിലെ വൈരുദ്ധ്യങ്ങളും ഭൗതികവാദത്തിന്റെ അർത്ഥശൂന്യതയും തിരിച്ചറിയുന്നില്ല. ഇസ്ലാമിക പ്രമാണങ്ങൾ അത് പഠിപ്പിക്കുന്ന വിശാലമായ ആശയത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഇത്തരം ആളുകളുടെ വിമർശനങ്ങൾ വെറും പാഴ്വാക്കുകൾ മാത്രമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ആരിഫ് ഹുസൈൻ ദീപം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നോണയൊക്കെ നമ്മൾ ഇനി ചറപറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല.